ഇവിടെ അയിരൂർ സ്വരൂപത്തിൽ നിന്ന് ദത്തെടുത്ത 2 രാജ്ഞിമാരിൽ നിന്ന് വന്ന പരമ്പരയാണുള്ളത്. പിന്നെ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പെരുമ്പടപ്പ് രാജാവ്, അതായത് കൊച്ചി രാജാവ് ഇവിടെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ തമ്പുരാൻ നമുക്ക് ശക്തിയൊന്നുമില്ലാത്ത കാരണം ഭഗവതിയെ ആശ്രയം പ്രാപിച്ചു രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പെരുമ്പടപ്പിൽ ക്ഷതിവാലരത്നം. ആ ഒരു യുദ്ധത്തിൽ കൊച്ചി രാജാവിനെ തോൽപ്പിച്ചു എന്നുള്ളതും സത്യമാണ്. അത് ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടികൾമാരാണ് 4 ഫാമിലി ഉണ്ടായിരുന്നു, ഇപ്പം 2 എണ്ണേ ഉള്ളൂ. അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇവിടെ മഞ്ഞൾപ്പൊടി പ്രസാദം ഗുരുതി അതിനുള്ള അധികാരം തേരോടം പ്ലാപ്പള്ളി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പണ്ട് കാലത്ത് ഈ ക്ഷേത്രപ്രവേശനം എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മാത്രമേ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രപ്രവേശനം അശ്വത്ഥവേദിക എന്നാണ് പണ്ട് കാലത്ത് പറയുക. അതുമ്മ കയറിയിരുന്ന ഒരു പട്ടുകൂട മുത്തുകൂട എന്ന് പറയട്ടെ, അത് നിവർത്തിയാൽ അവിടെ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി കെ രാജ അദ്ദേഹത്തിന് ഇത്തിരി ഒരു 93 വയസ്സായി, ഇത്തിരി പ്രായം ഇത്തിരി ഇതുള്ള കാരണം എന്നെ പറഞ്ഞ ഏൽപ്പിച്ചേക്കാണ്. എത്രത്തോണ്ട് എൻ്റെ അറിവിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ വ്യുൽപ്പത്തിക്ക് അനുസരിച്ച് എന്തെങ്കിലും പറയാൻ നോക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുങ്ങല്ലൂർ ഭരണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചരിത്രപരമായിട്ട് പറഞ്ഞ 2-3 കാരണങ്ങളാണ് ഇപ്പോൾ കാണുന്ന ആഘോഷങ്ങൾക്കുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ചേരമാൻ പെരുമാൾ ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിന് മുമ്പായിട്ട് ഇവിടെ നമ്പൂരി ഭരണം, നമ്പൂരിമാർ മാത്രം ഓരോ ക്ഷത്രിയരും കൂടി ഭരിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ വിജയനഗരം പട്ടണത്തിൽ പോയി ഒരു പെരുമാളിനെ ഒരു രാജാവിനെ കൊണ്ടുവന്നു, ക്ഷത്രിയനെ കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തിനാണ് പെരുമാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരാധിച്ചത്. ആ പെരുമാൾ ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് വരെ തുടർന്ന് പിന്നെ ബാക്കിയുള്ള ചരിത്രം അറിയാം. കേരളത്തിന് 64 ഗ്രാമമായിട്ട് ഭാഗിച്ചു. അതിൽ 32 ഗ്രാമം ഇപ്പോഴത്തെ കേരളത്തിലുണ്ട്, അതറിയാം. പിന്നെ അദ്ദേഹം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വിദ്യാസ്മത് പരദേവത എന്നാണ് പറയുക. വിദ്യ മാത്രമേ അറിവിനെ മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തിരുവിതാംകൂർ രാജാവിനെ പോലെ അല്ലെങ്കിൽ സാമൂതിരിയെ പോലെയോ രാജ്യങ്ങൾ കീഴടക്കാനോ യുദ്ധത്തിൽ ഏർപ്പെടാനോ അതിനേക്കാൾ കൂടുതലായിട്ട് അറിവ് സമ്പാദിക്കാനാണ്. ഉദാഹരണത്തിന് കുലശേഖര പെരുമാൾ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്ത സമയത്ത് കാശ്മീരിൽ നിന്നൊരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള ധ്വനി സിദ്ധാന്തത്തെ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് കുലശേഖര പെരുമാൾ. അവിടുന്ന് വന്ന പരമ്പരയാണ്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരിലെ പരമ്പര എന്ന് വെച്ചാൽ 1739 ഇവിടെ അയിരൂർ സ്വരൂപത്തിൽ നിന്ന് ദത്തെടുത്ത 2 രാജ്ഞിമാരിൽ നിന്ന് വന്ന പരമ്പരയാണുള്ളത്. പിന്നെ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ദാരികവധം, ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ ഭദ്രകാളി ശിവൻ്റെ ലലാടത്തിലെ അഗ്നിയിൽ നിന്ന് സംഭൂതയായിട്ടുള്ള ഭദ്രകാളി അവതരിച്ച് ദാരികനെ വധിച്ച ആ യുദ്ധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ആഘോഷം എന്ന് പറയപ്പെടുന്നത്. അതിലും കൂടുതലായിട്ട് ഇവിടെ ബുദ്ധമത പ്രചാരങ്ങൾ ബുദ്ധമതം ഇങ്ങനെ പ്രചരിച്ചു വന്നപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെയുള്ള തെറിപ്പാട്ടും മൃഗബലിയും ഒക്കെ തുടങ്ങിയതാണെന്ന് ചരിത്രപരമായിട്ടും പറയുന്നു. ഇതെന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ ഒരു പ്രൂഫോടുകൂടി പറയാൻ പറ്റില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പെരുമ്പടപ്പ് രാജാവ്, അതായത് കൊച്ചി രാജാവ് ഇവിടെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ തമ്പുരാൻ നമുക്ക് ശക്തിയൊന്നുമില്ലാത്ത കാരണം ഭഗവതിയെ ആശ്രയം പ്രാപിച്ചു രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പെരുമ്പടപ്പിൽ ക്ഷതിവാലരത്നം പെരുമ്പടപ്പ് കൂട്ടിടുന്നു എന്ന് പറഞ്ഞിട്ട് കൂട്ടി വന്നു. തമ്പുരാട്ടിയോട് ഒരുമ്പടയണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചൊന്നും അവിടുന്ന് ഒറ്റ കേട്ട് ഭൂതങ്ങൾ വന്നൊന്നും. പിന്നെ അന്ന് രാജാവിനെ സഹായിക്കാൻ ഇവിടെ ചുറ്റുവട്ടത്തുള്ള പ്രത്യേകിച്ച് ഈ അരയന്മാരാണ് കൂടുതലായിട്ട് സഹായിക്കാൻ വന്നത്. അവരെല്ലാവരും കൂടി ഏതായാലും ആ ഒരു യുദ്ധത്തിൽ കൊച്ചി രാജാവിനെ തോൽപ്പിച്ചു എന്നുള്ളതും സത്യമാണ്. അത് ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടുത്തെ അമ്പലത്തിലെ ഈ എങ്ങനെയാണിത് വന്നതെന്നുള്ളതും ഉള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലാതെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സമുദായക്കാരും ഒരേമാതിരി പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഈ ഫെസ്റ്റിവലിൽ.
ഇപ്പോൾ ഉദാഹരണത്തിന് പാലയ്ക്ക വേലൻ, ഒരു വേലനാണ് ഇവിടെ പ്രധാനമായിട്ട് കാവ് തീണ്ടാൻ വരുന്നത്. ആദ്യത്തെ കാവ് തീണ്ടാൻ പാലയ്ക്ക വേലനാണ്. കുംഭഭരണിക്ക് 1 മാസം മുമ്പ്, മീനഭരണിക്ക് 1 മാസം മുമ്പ് കുംഭഭരണിയുടെ എന്ന കൊടി കയറും. ഈ കൊടി കയറുന്നത് ഒരു തട്ടാനാണ്. തട്ടാൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്ത്. ഒരു ഗോൾഡ് സ്മിത്ത് ആ ഒരു ഫാമിലിൻ്റെ, ആ ഫാമിലിയിലെ ആൾ വന്നിട്ടാണ്. പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു വേലൻ്റെ, അവിടെയാണ് ഇവിടെ ഗുരുതി, ഇവിടെ മൃഗബലി പറ്റാത്ത കാരണം അവിടെയാണ് ഇത് നടത്തുന്നത്. ഈ ആൽത്തറയുടെയൊക്കെ അധികാരം ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കാണ്. ഈ ആൽത്തറയ്ക്ക് നികുതി പിരിക്കുന്നത് അധികാരം. അങ്ങനെ പിന്നെ അരയന്മാർ, ചാലിയന്മാർ, എല്ലാ സമുദായക്കാർക്കും ഔദ്യോഗികമായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ സ്ഥാനമുണ്ട്, അവർക്ക് അധികാരമുണ്ട്. അതാണ് ഈ അമ്പലത്തിനെ വേറിട്ട് നിർത്തുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശരിക്കും അതായത് വേദത്തിന് അധികാരമില്ലാത്ത നമ്പൂതിരിമാരാണ് ശാന്തിക്കാർ. ശാന്തി മാത്രം, അതായത് മെയിനായിട്ടുള്ള പൂജാവിധി മാത്രമേ അവർ ചെയ്യുന്നു. പക്ഷെ അമ്പലത്തിൻ്റെ അധികാരം മുഴുവൻ അടികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമുദായത്തിനാണ്. അടികൾ സമുദായം. ആ അടികൾമാരാണ് 4 ഫാമിലി ഉണ്ടായിരുന്നു, ഇപ്പം 2 എണ്ണേ ഉള്ളൂ. അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. ഇവിടെ മഞ്ഞൾപ്പൊടി പ്രസാദം, ഗുരുതി, അതിനുള്ള അധികാരം തേരോടം പ്ലാപ്പള്ളി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ 4 ഫാമിലിയെ, കുലശേഖര പെരുന്നാളെ 4 ഫാമിലിയെ ദേവദാസി സമുദായത്തിൽ നിന്ന് ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അവർക്ക് ഇവിടെ വന്നു വെച്ചാൽ ഇവിടെ നാച്ചുറലി ലോക്കലായിട്ട് എന്തെങ്കിലും ഇതുണ്ടാവുമല്ലോ, ലോക്കലായിട്ടൊരു ഒബ്ജക്ഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവർക്ക് അമ്പലത്തിൽ അധികാരം കൊടുത്തു ഈ 4 ഫാമിലിക്ക്. അതിൽ തേരോടം, പുലാപ്പള്ളി ഇവരാണ് ഇപ്പോൾ ഇവിടെ മഞ്ഞപ്പൊടി വിതറാനും വീശാനും വിൽക്കാനും ഒക്കെയുള്ള അധികാരം കൊടുത്തേക്കുന്നത്. എന്ന് മാത്രമല്ല, കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് കുത്തുവിളക്ക് പിടിക്കാനും കുത്തുവിളക്ക് പിടിക്കാൻ, ഭഗവതിക്ക് കുത്തുവിളക്ക് പിടിക്കാനുള്ള അധികാരം അവർക്ക് തന്നെയാണ്. അങ്ങനെ കുറേ അധികാരങ്ങൾ ആ ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സമുദായക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്സവമാണ് ഇവിടെ. ഈ ഓഫ് കോഴ്സ് അശ്വതി ഭരണിക്ക് തേരോടം പ്ലാപ്പള്ളിക്കാർക്കില്ല, ബാക്കി എല്ലാ ഫാമിലിക്കാർക്കുണ്ട്. ഇവിടുത്തെ പൂജകളെ പറ്റിയിട്ടൊക്കെ മറ്റുള്ള കേമന്മാർ അവർ പറയും. ഇത് തൊട്ട് തുടങ്ങി ഇപ്പോൾ അശ്വതി കാവ്, ഇന്നലെ കാവ് കോഴിവെട്ടലില്ല, കോഴിക്കല്ല് മൂടൽ, കോഴിയെ വെട്ടി എന്നുള്ള സങ്കല്പത്തിൽ കോഴിക്കല്ല് മൂടണം. അത് കഴിഞ്ഞാൽ അവിടുന്ന് അന്ന് മുതൽ നമുക്ക് ഈ ഫാമിലിക്ക് വലിയ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും അവിടെ പോയി അമ്പലത്തിൽ പോയി തൊഴണം. അശ്വതിയുടെ എന്ന ശക്തിപൂജ, ശക്തേയ പൂജ എന്ന് പറയട്ടെ, ശക്തിപൂജ കഴിഞ്ഞു വെച്ചാൽ ആണ് ഈ കാവ് തീണ്ടൽ പരിപാടി. ആ കാവ് തീണ്ടലിന് അനുവാദം കൊടുത്ത്, പിന്നെ പണ്ട് കാലത്തൊക്കെ ഈ അശ്വതിയുടെ എന്ന് പോയെന്ന് വെച്ചാൽ തമ്പുരാൻ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഭരണിയുടെ അന്ന് രാവിലെ കാവ് തീണ്ടൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ഇപ്പം അത് മോഡേൺ ഇപ്പോൾ അവിടെ തിരിച്ചു വന്നിട്ട് ഭരണിയുടെ അന്ന് പോയി. ഭരണിയോടുകൂടി എല്ലാ ചടങ്ങുകളും അവസാനിച്ചു. നട അടയ്ക്കും. 7 ദിവസത്തേക്ക് നട അടച്ച് പിന്നെ 7 ദിവസം കഴിഞ്ഞ് നട തുറപ്പിന് ഓരോ യാമത്തിൽ നട തുറന്ന് 7ാമത്തെ ദിവസം നട തുറന്ന് അതോടുകൂടി ഭരണി സമാപിക്കും. അതെ, അവിടെ ഈ പൂജ ഞാൻ പറഞ്ഞ ശാക്തേയ പൂജ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തേക്ക് വന്നാൽ അവിടെ ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്. പോലീസ് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കും. അതിനോട് നിലപാട് ആൽത്തറ എന്ന് പറഞ്ഞിട്ടൊരു ആൽത്തറയുണ്ട്. അതിന് ഇത്തിരി പ്രസിദ്ധമാണ്. അശ്വത്ഥവേദിക എന്നാണ് പണ്ട് കാലത്ത് പറയുക. അതിന്മേൽ കയറിയിരുന്ന ഒരു പട്ടുകൂട, മുത്തുകൂട എന്ന് പറയട്ടെ, അത് നിവർത്തിയാൽ അനുവാദം കിട്ടിയെന്നാണ്. പാലയ്ക്ക വേലം കാവ് തീണ്ടും, അതിന് ബാക്കിയുള്ള ആൾക്കാരും കാവ് തീണ്ടും. ഇതിന് കാവ് തീണ്ടലിന് വേറൊരു ഇതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ ക്ഷേത്രപ്രവേശനം എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിന് മാത്രമേ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഓഫ് കോഴ്സ് കൊല്ലത്തിൽ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, അത് പക്ഷെ അനുവദിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാമുദായിക സാഹോദര്യം നിലനിന്നിരുന്നു എന്ന് മാത്രമല്ല, അത് കൊടുങ്ങല്ലൂർ ഫാമിലിക്കും അതിൽ പ്രത്യേകത ഉണ്ടായിരുന്നു. അതിലൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, ഈ സാമൂഹിക സാഹോദര്യം നിലനിർത്താൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് വലിയ തമ്പുരാനാണ്. എന്ത് വേണമെങ്കിലും വലിയ തമ്പുരാൻ്റെ പെർമിഷൻ വേണം.
വലിയ തമ്പുരാൻ്റെ കൂടെയാണ് ഈ അടികൾമാരുടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഓക്കെ യോഗം ഒന്ന് കുറേ 1999 നായർ ഫാമിലി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഒന്ന് കുറേ 1000 യോഗം, ഓക്കെ യോഗം. ആ ഓക്കെ യോഗം നമ്മളെ സംബന്ധിച്ച് NSS ആയിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. NSSൻ്റെ കീഴിലാണ് ഈ ഓക്കെ യോഗം വരുന്നത്. ഓക്കെ യോഗത്തിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ നമ്മൾ അതൊരു നിർദ്ദേശമായിട്ടോ അല്ലെങ്കിൽ അഭിപ്രായമായിട്ടോ സ്വീകരിക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഓക്കെ യോഗക്കാർ NSSനോട് ആലോചിച്ചിട്ടാവും. NSS പറഞ്ഞു, NSS ഒരു ലെറ്റർ തന്നിട്ട് നമ്മളതിൽ ആക്ഷൻ എടുത്തോളാം. നേരെ മറിച്ച് ഓക്കെ യോഗക്കാർ പറഞ്ഞാൽ നമ്മളത് ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ടെന്ന് പറയാം. ഇല്ല, അങ്ങനെ ഒരു അറിയൊന്നുമില്ല. ഇപ്പം ശ്രീചക്രം എന്ന് പറഞ്ഞ ഒരു സങ്കല്പമാണല്ലോ. ശങ്കരാചാര്യരുടെ സ്തോത്രമുണ്ട്, ശ്രീചക്ര സ്തോത്രം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഭഗവതി എങ്ങനെയാണ് സങ്കല്പിച്ചേക്കണത് ആ ശ്രീചക്രത്തിൻ്റെ ഉള്ളിൽ, അതിന് വിസ്തരിച്ചിട്ടുള്ള ശ്ലോകങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് ശ്രീചക്രം ഇപ്പം ഈ അമ്പലത്തിൽ ഇത് വലിയ തമ്പുരാന് നിത്യത്തേവാരത്തിനുള്ള അമ്പലമാണ്. ഇവിടെ ശ്രീചക്രം പൂജിക്കുന്നുണ്ട്. അങ്ങനത്തെ ശ്രീചക്രം അവിടെ ഉണ്ടാവും. അതല്ലാണ്ട് അതിന് വേറെ നിങ്ങൾ പറയണ പോലത്തെ ഇത് എനിക്കറിയില്ല. ഐ എം നോട്ട് അവെയർ. അതെ, അത് അങ്ങനത്തെ ഒരു അതൊക്കെ അങ്ങനെയുള്ള ഐതിഹ്യങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ തമ്പുരാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് അരയന്മാരെ വന്നേന്ന് അധികം ഈ പരിസരത്തുള്ളത്. അതേമാതിരി ഈ വേലൻ വന്ന് ഇപ്പം ശരിക്കുള്ള ഭഗവതി എന്നുള്ള സങ്കല്പം വന്ന് അരയന് ഈ വേലൻ ഉണ്ടായിരുന്നു, അതിൻ്റെ അല്ല, നമ്മളുടെ മാനുഷികമായിട്ടുള്ള സങ്കല്പങ്ങളാണല്ലോ നമ്മളെ ജീവിപ്പിക്കുന്നത്. അതിനനുസരിച്ച് ഈ ഒരു കഥാന്ന് ഞാൻ പറയണ്ടേ ചിലപ്പോൾ നടന്നു തന്നെയാവും. അത് പൊങ്ങി വന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമുക്ക് പറയാനുള്ളൂ.